ആ ഒരു ദാമ്പത്യത്തിൽ അവർക്ക് 3 ആൺമക്കളാണ് ഉള്ളത്. ഖാജാതങ്ങൾക്ക് 3 ആൺമക്കളും ഒരു പെൺകുട്ടിയാണ്. അതിൽ ഒരു മകൻ അവിടെ അജ്മീറിൽ തന്നെയുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് വൈകുന്നേരം നമുക്ക് ആ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതിൻ്റെ മുമ്പ് അവിടെയൊക്കെ പോയി സിയാറത്ത് ചെയ്യണം. ഖാജാ ഗിയാഉദ്ദീൻ ചിശ്തി എന്നാണ് അവരുടെ പേര്, ഖാജയുടെ ഒരു മകന്. മറ്റൊരു മകനാണ് ഇപ്പം നമ്മൾ ഈ വന്നിരിക്കുന്ന ഈ സ്ഥലത്തുള്ള സർവാർ എന്ന് പറയുന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഖാജാ ഫഖ്റുദ്ദീൻ ബാവ. 3ാമത്തെ ഒരു മകനുണ്ട്. പക്ഷേ അത് ചരിത്രങ്ങളിലൊന്നും യഥാർത്ഥമായിട്ട് എവിടെയാണ് എന്ന് വ്യക്തമായ രേഖകളൊന്നുമില്ല. പലതിങ്ങനെ പറയുന്നുണ്ടെങ്കിലും വ്യക്തമായ രേഖകളൊന്നും ഇല്ല. അങ്ങനെ അവരുടെ ആ ഒരു ജീവിതം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിൽക്കാലത്ത് ഇവിടെ അന്ന് രാജ്യം ഭരിച്ചിരുന്ന പൃഥ്വിരാജൻ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള രാജഭരണമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അദ്ദേഹവുമായിട്ട് അന്നുണ്ടായിരുന്ന മറ്റൊരു രാജവംശമായ മുഹമ്മദ് ഗോറി എന്ന് പറയപ്പെടുന്ന, ചരിത്രങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഗോറിയുടെ ഭരണം. മുഹമ്മദ് ഗോറി പൃഥ്വിരാജനുമായി 2 യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ. അതിൽ 2ാമത്തെ യുദ്ധത്തിലാണ് അവരെ പരാജയപ്പെടുത്തുന്നതും ഇവിടെ ഇത് പിടിച്ചടക്കുന്നതും ഒക്കെ. അതോടുകൂടി എന്ത് ചെയ്തു, പൃഥ്വിരാജൻ ഇവിടുന്ന് നാട് വിട്ടുപോവുകയൊക്കെ ചെയ്തത്. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജനും നടന്ന 2ാമത്തെ യുദ്ധത്തിൽ ഇവരെ പരാജയപ്പെടുത്തിയപ്പോൾ അന്ന് അടിമാ സമ്പ്രദായമുണ്ട്. അടിമകളാക്കി വെക്കും. ഒരുപാട് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ അടിമകളാക്കി വെച്ചിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരു അടിമ സ്ത്രീയുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് അജ്മീർ ഖാജാ തങ്ങൾ അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും അവരെ മുസ്ലിമാക്കുകയും അമത്തുള്ള എന്നൊരു പേര് കൊടുക്കുകയും അവരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് അജ്മീർ ഖാജാ തങ്ങൾ 2ാമത് അവരെ വിവാഹം ചെയ്യുകയും ചെയ്തു. അതാണ് അജ്മീർ ഖാജയുടെ 2ാമത്തെ വിവാഹം. ആ ഒരു ദാമ്പത്യത്തിലാണ് അജ്മീർ ഖാജാ തങ്ങൾക്ക് ഒരു മകള് ഉള്ളത്. ബീവി ഹാഫിള ജമാല എന്നാണ് അവരുടെ പേര്. അങ്ങനെ 3 ആൺമക്കളും ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ഒരു കുടുംബമാണ് അജ്മീർ ഖാജാ തങ്ങളുടെ. നമ്മൾ ഈ യാത്ര കൊണ്ട്, സിയാറത്ത് കൊണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ പഠിച്ച് ഇവരൊക്കെ എങ്ങനെയാണ് ജീവിച്ചത്, ഇവരുടെ ജീവിത രീതികളൊക്കെ എങ്ങനെയാണ്, അജ്മീർ ഖാജാ തങ്ങൾ അവരെ മക്കളെ തെർബിയത്ത് ചെയ്ത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ശരിക്കും പഠിച്ച് മനസ്സിലാക്കി നമ്മളെ കുടുംബങ്ങൾക്കും നമ്മളെ മക്കൾക്കും ഒക്കെ എന്ത് ചെയ്യണം, ആ ഒരു ജീവിതം പകർന്നു കൊടുക്കാം. അതുകൊണ്ട് അതാണ് ഈ യാത്ര കൊണ്ട്, ഇങ്ങനെയുള്ള യാത്രകളെ കൊണ്ട് ഉണ്ടാവേണ്ടത്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ ഈ മഹാന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവരൊക്കെ ഇപ്പോഴുള്ള കാലഘട്ടത്തിലുള്ള ഒരുപാട് ആളുകൾ പിന്നാലെയാണ് പോകാൻ താല്പര്യം ഉണ്ടാവുക. അതൊക്കെ ഈ ദുനിയാവിന് വേണ്ടി ജീവിച്ച ആളുകളാണ്. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ അജ്മീർ മാത്രം, മറ്റു പല സ്ഥലങ്ങളിലൊക്കെ, കാഴ്ച സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുന്ന ആളുകളാണ്. ഉദാഹരണം ഡൽഹിയിലൊക്കെ പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആഗ്രയിൽ താജ്മഹലൊക്കെ, അങ്ങനെ മറ്റുള്ള പല സ്ഥലങ്ങളും നമ്മുടെ നാടുകളിലൊക്കെ, അവിടെയൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അജ്മീറിൽ തന്നെ നമ്മൾ കണ്ടില്ല എത്ര ആളുകളാണ്. ഒരു സമയം ഒഴിവില്ല, എപ്പോഴും ഏത് സമയവും അജ്മീറിൽ അങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുക. അതേ പ്രകാരം തന്നെ മറ്റു സ്ഥലങ്ങളിൽ ചെന്നാലോ, താജ്മഹലിൻ്റെ അവിടെ ചെന്നാലോ, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കാഴ്ച സ്ഥലങ്ങളിൽ ചെന്നാലും അവിടെയും ആളുകളുണ്ടാവും അല്ലേ. പക്ഷേ ഈ 2 ആളുകൾ ഒരുമിച്ച് കൂടുന്നത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അജ്മീറിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്നത് എന്തിനാണ്? താജ്മഹൽ കാണാൻ വന്നതുപോലെ അജ്മീർ കാണാൻ വരുന്ന ആളുകളാണോ? അല്ല. അപ്പം നമ്മൾ തന്നെ വന്നിട്ട് എത്ര പ്രാവശ്യം എത്ര ഹാജൻ്റെ പേരിലേക്ക് ഫാത്തിഹ ഓതി, യാസീൻ ഓതി, സൂറത്തുൽ ഇഖ്ലാസുകൾ ഓതി, മറ്റ് എന്തെല്ലാം ചെയ്തു. നേരെ മറിച്ച് താജ്മഹലിലും അവിടെയും താജ്മഹലിൻ്റെ ഉള്ളിലുണ്ട് 2 ആൾക്കാരല്ലേ, ഷാജഹാൻ മുംതാസ് 2 പേരും അതിൻ്റെ ഉള്ളിൽ, അവരുടെ കബറുണ്ട് അതിൻ്റെ ഉള്ളിൽ. പക്ഷെ അവിടെ ചെന്നിട്ട് ആരെയും ഫാത്തിഹ ഓതുന്ന ഇല്ല. അതാണ് ദുനിയാവിന് വേണ്ടി ജീവിച്ച ആളുകളുടെയും ആഖിറത്തിന് വേണ്ടി ജീവിച്ച ആളുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പം അങ്ങനെയാണ് അവരൊക്കെ ജീവിച്ച് വളർന്നതുമായത്. അജാതങ്ങളുടെ മക്കളൊക്കെ, മഹാനായ ഫഖ്റുദ്ദീൻ ബാവത്തങ്ങൾ അജാതങ്ങളുടെ മക്കളിൽ വളരെ പ്രധാനപ്പെട്ട വലിയ ശ്രേഷ്ഠതയുള്ള ദർജകൾ ഉയർന്ന വലിയ മഹത്വത്തിൻ്റെ ഉടമയാണ്. വലിയ മഹത്വം.
ഒരുപാട് വന്നാൽ അജ്മീരിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇവിടെ വന്ന് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിച്ച് പോയാൽ നടക്കാത്ത കാര്യങ്ങളില്ല. ഇത്രയും വലിയ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇപ്പൊ നമ്മുടെ സിയാറത്തിന് വന്ന ഖാജ ഫഖ്റുദ്ദീൻ ബാബത്തങ്ങൾ. അജ്മീറിലുള്ള ഖാദിമീങ്ങൾ പറയും, ഖാജന്റെ അടുക്കൽ വെച്ച് ഞങ്ങൾക്ക് എന്തും കളിക്കാം. അവിടെ അതെല്ലാം വിട്ടുവീഴ്ച ചെയ്യുന്ന ആളാണ്, ഒന്നിനും ഒരു പ്രശ്നമില്ല. ആ ജീവിത കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. ഖാജാത്തങ്ങളുടെ അടുക്കലേക്ക് ഏതാൾക്കും എങ്ങനെയും വരാം, അതെല്ലാവരും ഇത് സ്വീകരിക്കും. കാരണം അജ്മീർ ഖാജാത്തങ്ങള് ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി വന്ന ആളാണ്. അപ്പൊ അവരെ ആളുകളെ, മോശം ആളുകളെ നന്നാക്കി എടുക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ അജ്മീർ ഖാജാത്തങ്ങള്, പക്ഷെ മകൻ ഫഖ്റുദ്ദീൻ ബാബത്തങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. വലിയ ജലാലിയത്തിന്റെ ആളായിരുന്നു. തീക്കൊള്ളിയാണെന്ന് പറയാം, തീക്കൊള്ളി. ചായ എടുത്തോളിട്ടാ.